നമസ്കാരം. ഫണ്ടർ 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് ലെൻഡിങ് ആൻഡ് ബോറോയിങ് ആണ്. ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ഏകദേശം ഒരു 1.5-2 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റോക്ക് ലെൻഡിങ് ആൻഡ് ബോറോയിങ് എന്ന് പറയുന്ന സ്കീം എന്താണെന്നുള്ളതിനെക്കുറിച്ചും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ഒക്കെ ഉള്ളത്. പക്ഷേ അന്നത്തെ കാലത്ത് സത്യത്തിൽ നമ്മുടെ ഏഞ്ചൽ ഉൾപ്പെടെയുള്ള പല ബ്രോക്കിംഗ് ഹൗസുകൾക്കും അതൊരു ഓഫ്ലൈൻ പ്രോസസ്സ് പോലെയൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. കാരണം ഓഫ്ലൈൻ പ്രോസസ്സ് എന്നുള്ളതല്ല നമ്മൾ പറയുന്നത്, ഓൺലൈനായിട്ടൊരു സിംഗിൾ ക്ലിക്കിൻ്റെ അകത്ത് നമ്മുടെ ഇന്നത്തെ രീതിയിൽ സ്റ്റോക്കുകളൊക്കെ സെല്ല് ചെയ്യുന്ന പോലെ ബൈ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമല്ലായിരുന്നു. പക്ഷേ ഇന്ന് അടുത്ത കാലത്തായിട്ട് നമ്മുടെ ധൻ പോലത്തെ പ്ലാറ്റ്ഫോമുകൾ സ്റ്റോക്ക് ലെൻഡിങ് ആൻഡ് ബോറോയിങ് അത് വളരെ ലളിതമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോം അവതരിച്ചു. സ്റ്റോക്ക് ലെൻഡിങ് ആൻഡ് ബോറോയിങ് എന്താണെന്ന് വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ കയ്യിൽ ഉള്ള സ്റ്റോക്ക്, ആ സ്റ്റോക്കുകൾ നമ്മൾ ഏറെക്കാലമായിട്ടൊക്കെ ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതൊക്കെ ആണെങ്കിൽ അത് നമുക്ക് വാടകയ്ക്ക് കൊടുക്കുക. ലെൻഡിങ് അതാണ് ഉദ്ദേശിക്കുന്നത്. വാടകയ്ക്ക് നമ്മൾ കൊടുക്കുക. അത് മറ്റൊരാൾ വാടകയ്ക്ക് എടുക്കുന്നുണ്ടാകാം, അവർ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാകാം. അപ്പോൾ അങ്ങനെയൊക്കെ അവർ വാടകയ്ക്ക് എടുത്തിട്ട് അവർ ട്രേഡ് ചെയ്യുന്നു. അതിന് ഒരു വാടകയായിട്ട് നമ്മൾക്ക് ഒരു പണം ലഭിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾക്കും ഇങ്ങനെ സ്റ്റോക്കുകൾ വാടകയ്ക്ക് എടുത്തിട്ട് ട്രേഡ് ചെയ്യണമെന്നോ ഓവർനൈറ്റ് പൊസിഷൻ എടുക്കണമെന്നോ അല്ലെങ്കിൽ ഹെഡ്ജ് ചെയ്യണമെന്നോ എന്നൊക്കെ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ അത് ബോറോ ചെയ്യുകയും ചെയ്യാം, അതായത് കടമെടുക്കുകയും ചെയ്യാം. ഇതാണ് സ്റ്റോക്ക് ലെൻഡിങ് ആൻഡ് ബോറോയിങ് സ്കീം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ ദീർഘകാല നിക്ഷേപകനാണ്, 1 ലക്ഷം രൂപയുടെ റിലയൻസ് നിങ്ങൾ ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, അതൊരു 10 വർഷത്തേക്ക് എന്നൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് വേണമെങ്കിൽ വാടകയ്ക്ക് നിങ്ങൾക്ക് നൽകാം. കാരണം വെറുതെ ഇരിക്കുന്ന സ്റ്റോക്കിൻ്റെ ഒരു വാല്യൂ അപ്രിസിയേഷനും ആ കൂട്ടത്തിൽ തന്നെ ഒരു 3-4% വാടകയായിട്ട് ഒരു റിട്ടേൺസും കൂടി ലഭിക്കും. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഒരു ലളിതമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം സത്യത്തിൽ ഇപ്പോൾ അവതരിപ്പിച്ചത് ധന്നാണ്. ആദ്യകാലങ്ങളിൽ ധന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ധൻ എന്ന് ആദ്യമായിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഉപയോഗിച്ച് തുടങ്ങിയത്. മറ്റൊന്നുമല്ല, അന്നത്തെ കാലത്ത് ഫിനാൻഷ്യലി കുറച്ച് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബ്രോക്കേഴ്സിൻ്റെ കൂട്ടത്തിൽ ട്രേഡിംഗ് വ്യൂവിൻ്റെ അകത്ത് നിന്ന് ഡയറക്റ്റായിട്ട് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ പറ്റിയ ഏക ബ്രോക്കർ ധന്നായിരുന്നു. അടുത്ത കാലത്ത് സ്റ്റോക്ക് ലെൻഡിങ് ആൻഡ് ബോറോയിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഫെസിലിറ്റി വന്നു കഴിഞ്ഞപ്പോൾ അത് വീണ്ടും എടുത്തു നോക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഒരു ദീർഘകാല നിക്ഷേപകനാണ് നിങ്ങൾ എങ്കിൽ, ഇത്തരത്തിലുള്ള ചെറിയൊരു വരുമാനം കൂടി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഈ സ്റ്റോക്ക് ലെൻഡിങ് ആൻഡ് ബോറോയിങ് ഒരു നല്ലൊരു ഓപ്ഷനായിരിക്കും. ആ കൂട്ടത്തിൽ തന്നെ ധന്നിൻ്റെയാണ് കുറച്ച് സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആയിട്ട് കണ്ടത്. പരീക്ഷിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ധന്നിൻ്റെ ട്രേഡിംഗ് ഇൻ്റർഫേസിൽ തന്നെ റെൻറ്റ് സ്റ്റോക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ തന്നെ ഓഫർ സ്റ്റോക്സ് ഉണ്ട്. ഓഫർ സ്റ്റോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ ഏതെല്ലാമാണ് റെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അർഹതയുള്ളതെന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ ഉദ്ദേശിക്കുന്ന വാടക എത്രയാണോ ആ സ്റ്റോക്കിന് അത് അതിനകത്ത് ശതമാന അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ പണമായിട്ടോ നിങ്ങൾക്ക് നൽകാൻ കഴിയും. നമ്മുടെ സ്റ്റോക്കുകളൊക്കെ വിൽക്കുന്നതിന് തത്തുല്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇത്തരത്തിൽ നൽകി കഴിയുമ്പോൾ ഈ സ്റ്റോക്ക് വാടകയ്ക്ക് എടുക്കാൻ താല്പര്യമുള്ളവർ, അതായത് ബോറോ ചെയ്യാൻ താല്പര്യമുള്ളവർ ആ ഒരു പ്രൈസുമായിട്ട് ഒത്തുവരികയാണെങ്കിൽ അവർ അത് എടുക്കും. നമ്മൾ പ്രൈസ് സ്റ്റോക്ക് സെല്ല് ചെയ്യുന്ന പോലെ തന്നെ. അത് കഴിഞ്ഞ് ഒരു നിശ്ചിത ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ അക്കൗണ്ടിൽ തന്നെ തിരിച്ചു വരികയും ചെയ്യും. അതിൻ്റെ വാടക ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യങ്ങൾ പലർക്കും ഉള്ളത്, അല്ലെങ്കിൽ സംശയങ്ങൾ പ്രധാനമായിട്ടും ഉള്ളത്, ഇത്തരത്തിൽ വാടകയ്ക്ക് എടുത്തിട്ട് പോയ സ്റ്റോക്ക് തിരിച്ചു തരാതിരുന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഉത്തരം വളരെ ലളിതമാണ്. ഇത്തരത്തിൽ വാടകയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ആ സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് വാല്യൂവിനേക്കാളും 125% അധികമായിട്ട് നൽകേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് നിശ്ചിത ദിവസം കഴിഞ്ഞ് തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ബന്ധപ്പെട്ട ബ്രോക്കർ അത് ഓപ്ഷൻ മാർക്കറ്റിൽ വാങ്ങുകയും നമുക്ക് തിരിച്ചു തരികയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള സുരക്ഷിതത്വത്തെക്കുറിച്ച് കാര്യമായിട്ട് ബോധർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇതിൽ പ്രധാനമായും നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ടിംഗ് റൈറ്റ്സ് ആണ്. അതായത് നമ്മൾ വാടകയ്ക്ക് നൽകിയ സ്റ്റോക്കുകൾ, ആ സ്റ്റോക്കിൻ്റെ വോട്ടിംഗ് റൈറ്റ്സ് നമുക്ക് നഷ്ടപ്പെടും. സ്പ്ലിറ്റോ ബോണസോ മറ്റെന്ത് കോർപ്പറേറ്റ് ആക്ഷൻസോ അവയെല്ലാം നമ്മൾക്ക് നമ്മുടെ അക്കൗണ്ടിൽ തന്നെ ക്രെഡിറ്റ് ആകും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ബോണസ് ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ അതും തിരിച്ച് നമ്മുടെ അക്കൗണ്ടിൽ തന്നെ ക്രെഡിറ്റ് ആകും. പക്ഷേ വോട്ടിംഗ് റൈറ്റ്സ് ഒഴികെ മറ്റൊന്നും നമുക്ക് ഇതുകൊണ്ട് നഷ്ടപ്പെടുന്നില്ല. കുറച്ച് പേർക്കൊക്കെ ഈ കാര്യങ്ങളൊക്കെ അറിയുമായിരിക്കും. സ്റ്റോക്ക് ലെൻഡിങ് ആൻഡ് ബോറോയിങ്ങിനെ കുറിച്ച് കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മുമ്പത്തെ ആ ഒരു വീഡിയോ കാണുന്നത് നല്ലതായിരിക്കും. നിങ്ങളൊരു ദീർഘകാല നിക്ഷേപകനാണെങ്കിൽ കയ്യിൽ വെറുതെ ഇരിക്കുന്ന സ്റ്റോക്ക്, ആ ഒരു സ്റ്റോക്കിൽ നിന്നും ഒരു പാസീവ് ഇൻകം പോലെ എന്തെങ്കിലും ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോക്ക് ലെൻഡിങ് എന്ന് പറയുന്ന ഈ ഒരു സമ്പ്രദായം വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംശയം എല്ലാവർക്കും ഉള്ളത് ഡിവിഡൻഡിനെ കുറിച്ചാണ്. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് വരുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ കമ്പനികൾ
ഡിവിഡൻറ്റിൻ്റെ ഒരു റെക്കോർഡ് ഡേറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു റെക്കോർഡ് ഡേറ്റിൻ്റെ അകത്ത് ഈ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ ഉടമസ്ഥൻ ആരാണോ അവരുടെ അക്കൗണ്ടിലേക്കാണ് സത്യത്തിൽ പണം നേരിട്ട് അയക്കാറുള്ളത്. പക്ഷേ ഇവിടെ ഒരു മെക്കാനിസം ഉണ്ട്. അതായത് കമ്പനിയിൽ നിന്നും നേരിട്ട് പണം യഥാർത്ഥത്തിൽ നിങ്ങൾ വാടകയ്ക്ക് കൊടുത്ത ആളുടെ അക്കൗണ്ടിലേക്കാണ് പണം നൽകുക. പക്ഷേ ഈ ഒരു കോർപ്പറേറ്റ് ആക്ഷനിൽ ഈ ഒരു ഡിവിഡൻറ്റ് അത് ട്രാൻസ്ഫർ ഏജൻറ്റ് തത്തുല്യമായിട്ടുള്ളൊരു തുക നിങ്ങളിലേക്ക്, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്, ബാങ്ക് അക്കൗണ്ടിലേക്ക് അത് ക്രെഡിറ്റ് ചെയ്യും. യഥാർത്ഥത്തിൽ നമുക്ക് നഷ്ടമൊന്നുമില്ല. ആകെയുള്ളൊരു വ്യത്യാസം കമ്പനിയിൽ നിന്നും നേരിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം ക്രെഡിറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് ട്രാൻസ്ഫർ ഏജൻറ്റിൽ നിന്ന് മാത്രമാണ് വരുന്നത് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതോടുകൂടി ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.